ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2-3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കഥ വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഒരിക്കൽ ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കവേ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണു. അധികം താഴ്ചയില്ലാത്തൊരു കിണറായിരുന്നു അത്. എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് കിണറ്റിൽ നിന്നും പുറത്തു കയറാൻ സാധിച്ചില്ല. കുറുക്കൻ ആകെ വിഷമത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ആട് ആ വഴി വന്നത്. കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് ആട് കിണറ്റിലേക്ക് എത്തി നോക്കി. കിണറ്റിൽ കിടക്കുന്ന കുറുക്കനെ കണ്ട് അവൾ ചോദിച്ചു, "അല്ല കുറുക്കച്ച, എന്താണ് കിണറ്റിൽ പരിപാടി?" "അത് കൊള്ളാം, അപ്പോൾ നിനക്ക് ഈ വിവരമൊന്നും അറിയില്ലേ? ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ള വളരെ വിശേഷപ്പെട്ട വെള്ളമാണ്. ഞാൻ അത് കേട്ടറിഞ്ഞു വന്നതാണ്." "സംഗതി ശരിയാണ് കേട്ടോ. എന്ത് രസമാണ് ഈ വെള്ളത്തിന്. ഇനി അധികമൊന്നും ബാക്കിയില്ല. ഓരോരുത്തരായി വന്ന് കുടിച്ചു തീർത്തു. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോളൂ." കുറുക്കന്റെ സംസാരം കേട്ട ആട് അത് വിശ്വസിച്ചു. അത് വേഗം കിണറ്റിലേക്ക് ചാടി. തക്കം പാത്തു നിന്ന കുറുക്കൻ ഒറ്റ ചാട്ടത്തിന് ആടിന്റെ പുറത്ത് കയറി. അടുത്ത ചാട്ടത്തിന് കിണറ്റിന് പുറത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ആടിനോട് അവൻ വിളിച്ചു പറഞ്ഞു, "വളരെ നന്ദി കേട്ടോ. ഇനി നീ അവിടെ കിടന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ." കുറുക്കൻ വേഗം തൻ്റെ പണി നോക്കിപ്പോയി. പാവമാട് തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് സങ്കടത്തോടെ നിന്നു. അപ്പൊ കഥ മനസ്സിലായല്ലോ മക്കൾക്ക്. ഇനി ഇതുമായി ബേസ് ചെയ്ത ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, മുകളിൽ കൊടുത്തിരിക്കുന്ന കഥയ്ക്ക് പറ്റിയ ഒരു തലക്കെട്ട് ഏത്? ആടിനെ പറ്റിച്ച കുറുക്കൻ, കുറുക്കനെ പറ്റിച്ച ആട്, ആടിന്റെ കുസൃതി. ഏതാ മക്കളെ? ആടിനെ പറ്റിച്ച കുറുക്കൻ എന്നതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്, തലക്കെട്ട്. ചോദ്യം 2, കുറുക്കൻ എങ്ങനെയാണ് കിണറിന് പുറത്തെത്തിയത്? കുതിച്ചു ചാടി, ആടിന്റെ പുറത്ത് കയറി, അതുവഴി വന്ന ഒരു മനുഷ്യന്റെ സഹായത്താൽ. ആടിന്റെ പുറത്ത് കയറിയാണ് രക്ഷപ്പെട്ടത്. ചോദ്യം 3, കഥ നൽകുന്ന സന്ദേശം എന്ത്? ആരെയും വിശ്വസിക്കരുത്, ആരെയും സഹായിക്കരുത്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്നതാണ് ഈ കഥ നൽകുന്ന സന്ദേശം. ചോദ്യം 4, കിണറ്റിലെ വെള്ളത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞത് ആര്? ആട്, വഴിപോക്കർ, കുറുക്കൻ. കുറുക്കനാണ് അങ്ങനെ പറഞ്ഞത്. ചോദ്യം 5, ആട് കിണറ്റിൽ ചാടിയത് എന്തിന്? വെള്ളം കുടിക്കാൻ. കുറുക്കനെ രക്ഷിക്കാൻ അബദ്ധത്തിന് കാല് തെറ്റിയത് മൂലം. വെള്ളം കുടിക്കാനാണ് ആട് കിണറ്റിൽ ചാടിയത്. പ്രവർത്തനം 2, ചോദ്യം എ, ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. "എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ." ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വച്ചും ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറന്തറയോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ഉറച്ചീവണ്ണം അക്ഷതം ഓരോന്നുമേ തിരിച്ചു ചുംബിച്ചാൾ ഉടനമ്മ. പരുക്കേറ്റ കുട്ടി എന്ന കവിതയിലെ 2 വരികളാണ്. 2 പാഠസന്ദർഭങ്ങളിലെയും അമ്മയുടെ സ്നേഹം ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് കുറിപ്പായി എഴുതൂ. 2 സന്ദർഭങ്ങളിലും അമ്മമാരുടെ സ്നേഹം ഒന്നു തന്നെയാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. ആദ്യ സന്ദർഭത്തിൽ അമ്മ മകനെ സ്നേഹത്തോടെയും ലാളനയോടെയും ഊട്ടുന്നു. ഉറക്കം തൂങ്ങുന്ന മകന്റെ കൺപോളകളിൽ ഉമ്മ വെച്ചും പുറം തലോടിയും വാത്സല്യം പ്രകടിപ്പിക്കുന്നു. ഇത് വളരെ ശാന്തവും ലാളന നിറഞ്ഞതുമായ സ്നേഹമാണ്. രണ്ടാമത്തെ സന്ദർഭത്തിൽ പരിക്കേറ്റ മകന്റെ വേദനയിൽ അമ്മയുടെ സ്നേഹം വികാരനിർഭരമാണ്. മകന്റെ മുറിവിൽ ചുംബിക്കുന്നതിലൂടെ അമ്മ തൻ്റെ വേദനയും ആശങ്കയും സ്നേഹവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നു. രണ്ടിടത്തും മക്കളോടുള്ള കരുതലും വാത്സല്യവുമാണ് പ്രധാനമെങ്കിലും ആദ്യത്തേത് പരിചരണത്തിലും രണ്ടാമത്തേത് പരുക്കേറ്റതിലുള്ള ആകുലതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലെ ബി ചോദ്യം, സിംഹപ്രതിമ എന്ന പദം വികസിപ്പിച്ച് എഴുതുക. സിംഹത്തിന്റെ ഗാംഭീര്യമുള്ള പ്രതിമ എന്നതാണ്. സിംഹത്തെ പോലെ ഗാംഭീര്യമുള്ള പ്രതിമ എന്നാണ് കേട്ടോ. പ്രവർത്തനം 3, ഡയറി കുറിപ്പ്. അതിലെ എ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടുന്ന ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പെൺകുട്ടി എഴുതുന്ന ഡയറി കുറിപ്പുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ ഭാവനയിൽ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എഴുതുക. ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും എഴുതണം. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തു. പരിസ്ഥിതി പ്രശ്നങ്ങളും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിനായി ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് ആത്മവിശ്വാസം ആദ്യം കുറവായിരുന്നുവെങ്കിലും ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന്. ലോക ശ്രദ്ധ നേടിയെടുക്കണമെന്നും അതിലൂടെ മാത്രമേ
നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനായി എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനം 3 ബി ചോദ്യം നോക്കൂ. ഗ്രേറ്റ ട്യൂൺബെർഗ് കരുതിയിരുന്ന പ്ലക്കാർഡിലെ സ്വീഡിഷ് ഭാഷയിലെ വാചകത്തിന്റെ അർത്ഥം എന്തായിരുന്നു? പ്രവർത്തനം 4 പോസ്റ്റർ. ടോമോ സ്കൂളിലെ കായികമേളയുടെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ടോമോ സ്കൂൾ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ബോർഡറൊക്കെ വരച്ച് നല്ല ഉചിതമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പോസ്റ്റർ. കായികമേള ABS സ്കൂൾ. കുട്ടികളുടെ കായിക വാസനകളെ ഉണർത്തുന്നതിനും കഴിവുകളെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങളുമായി നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 2 സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മുടെ കുട്ടികൾ നടത്തുന്ന കായികമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കൺവീനർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, അവസാനം കാര്യപരിപാടികൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ചുകൂടെ ബെറ്റർ ആവും. കാര്യപരിപാടികൾ എന്ന് എഴുതിയിട്ട് എന്തൊക്കെയാണ് മത്സരങ്ങൾ, ഇപ്പം മീൻവായിലോട്ടം, അതുപോലെ കയറുചാട്ടം, അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടല്ലോ ടോമോ സ്കൂളിൽ നടന്ന്. ആ പരിപാടികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലേ ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്രവർത്തനം 5 അഭിനന്ദന സന്ദേശം തയ്യാറാക്കുക. ചോദ്യം എ. ഗ്രേറ്റയെ നിങ്ങൾക്കറിയാമല്ലോ. ഗ്രേറ്റയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സന്ദേശം തയ്യാറാക്കുക. പ്രിയ ഗ്രേറ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ താങ്കളുടെ പോരാട്ടം അങ്ങേയറ്റം പ്രചോദനാത്മകമാണ്. താങ്കളുടെ അർപ്പണബോധവും ദൃഢനിശ്ചയവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, ഈ സുപ്രധാന വിഷയത്തിൽ അണിനിരക്കാൻ പ്രേരിപ്പിച്ചു. ഈ മഹത്തായ ലക്ഷ്യത്തിനായുള്ള താങ്കളുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ, സഫിയ. ഇതിലെ ചോദ്യം ബി. ഒരു വിർജീനിയൻ വെയിൽക്കാലം ആരുടെ കാവ്യ സമാഹാരമാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ്റെതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്